കനുപ്രിയയുടെ സെക്കൻഡ് മൊഡ്യൂള് മഞ്ജരി പരിണയത്തെ സെക്കൻഡ് പോയം ആമ്ര ഭോർ കാ അർത്ത് അതാണ് എടുക്കാനായിട്ട് പോണത്. अगर मैं आम के भोर का ठीक ठीक संकेत नहीं समझ पाई तो भी इस तरह ഖിന്ന മത് ഹോ പ്രിയ മേരെ. ഒരുപക്ഷെ എനിക്ക് മാവിൻ്റെ പൂങ്കുലയുടെ കറക്റ്റായിട്ടുള്ള ഉചിതമായിട്ടുള്ള സിഗ്നൽ അല്ലെങ്കിൽ സങ്കേത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? എൻ്റെ പ്രിയനെ നീ സങ്കടപ്പെടരുത് എന്നാണ് പറയുന്നത്. ഖീൻ മത് ഹോ പ്രിയ മേരെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖീൻ മത് ഹോ മീൻസ് സങ്കടപ്പെടരുത്. ഖീൻ മീൻസ് ദുഃഖി ഹോന എന്നാണ്, ഉദാസ് ഹോന. അപ്പം അങ്ങനെ സങ്കടപ്പെടരുത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് ആ സിഗ്നൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ സങ്കടപ്പെടരുത്. കിത്നി ബാർ ജബ് തുമ്നെ അധോർമ നിംലിത് കമൽ ഭേജ എന്താണ് പറയുന്നത്? എത്രയോ പ്രാവശ്യം നീ എനിക്ക് വേണ്ടി അധോർമ നിംലിത് കമൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്ലൂമിങ് ലോട്ടസ് ആണ്, പാതി പൂക്കുന്ന താമര എന്ന് പറയില്ലേ, അതാണ്. അപ്പം എത്രയോ പ്രാവശ്യം നീ എനിക്ക് വേണ്ടി പാതി പൂക്കുന്ന താമര അയച്ചു തന്നപ്പോൾ തോ മേ തുരന്ത് സമജ് ഗയി കി തുമ്നെ മുझे സജ്ഞാ ബിരിയാം ബുലായ ഹെ. എന്താ പറയുന്നത്? അപ്പം തന്നെ തുരന്ത് സമജ് ഗയി മീൻസ് പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. നീ ഈ പാതി പൂക്കുന്ന താമര അയച്ചു തന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. തുരന്ത് സമജ് ഗയിക്ക് തുമ്നെ മുझे, നീ എന്നെ സജ്ഞാ ബിരിയാം ബുലായ ഹെ. സജ്ഞാ ബിരിയാം ബുലായ ഹെ എന്ന് പറഞ്ഞാൽ ഷാം കാ സമയം, സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് സജ്ഞാ ബിരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നീ എന്നെ എന്താണ് തുരന്ത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്ത്? സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നീ എന്നെ അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. കിതനി ബാർ ജബ് തുമ്നെ അഞ്ജൂരി ഭർ ഭർ ബേലെ കെ ഫൂൽ ഭേജെ. എന്താ പറയുന്നത്? എത്രയോ പ്രാവശ്യം അല്ലേ? കിതനി ബാർ ജബ് തുമ്നെ അഞ്ജൂരി ഭർ ഭർ. അഞ്ജൂരി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈകളും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഒരു കുഴി ഉണ്ടാവില്ലേ കയ്യിൽ? നമ്മുടെ രണ്ട് കൈയും കൂടി കൂട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു കുഴി ഉണ്ടാവും അല്ലേ? ആ ഒരു ഇതാണ്, അതിനെയാണ് നമ്മൾ അഞ്ജൂരി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കൈ കൂട്ടിപ്പിടിക്കുമ്പോൾ ഒരു കുഴി ഉണ്ടാവും. ആ കുഴി നിറച്ച് എന്താണ്? ബേലേക്ക് ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാസ്മിൻ ഫ്ലവർ ഉണ്ടല്ലോ, ജാസ്മിൻ ഫ്ലവറിനെയാണ് ഈ ബേലേക്ക് ഫുൾ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് എന്താണ് അഞ്ജൂരി ഭർബർ മീൻസ് രണ്ട് കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവണ കുഴി, അത്രയും നിറച്ച്, അതാണ് പറയുന്നത് അഞ്ജൂരി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അത് നിറച്ച് എന്താണ്? ജാസ്മിൻ്റെ ഫ്ലവർ, അതാണ് ബേലേക്ക് ഫൂൽ. അതും നീ എത്രയോ പ്രാവശ്യം എനിക്ക് വേണ്ടി അയച്ചു തന്നു. ഭേജേ തോ മേ സമജ് ഗയി കി തുമ്ഹാരി അഞ്ജൂരിയോനെ കിസേ യാദ് കിയാ ഹെ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി. എന്ത്? നിന്റെ അഞ്ജൂരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് കൈകളും കൂടി കൂട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവണ ആ കുഴി ഉണ്ടല്ലോ, അതിനെയാണ് അഞ്ജൂരിയ എന്ന് പറഞ്ഞത്. അപ്പം നിന്റെ കൈകൾ എന്താണ് ആരെയാണ് ഓർത്തതെന്ന് ഞാൻ അപ്പം തന്നെ എന്താണ് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. കിസേ യാദ് കിയാ ഹെ, നിന്റെ അഞ്ജൂരിയ ആരെയാണ് ഓർത്തതെന്ന് എനിക്ക് മനസ്സിലായി. കിतनी बार जब तुमने अगस्त के दो उजले कठावदार ഫൂൽ ബേജെ. എന്താ പറയുന്നത്? എത്രയോ പ്രാവശ്യം അല്ലേ നീ എനിക്ക് വേണ്ടി അഗസ്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ട്രീ, ഒരു വൃക്ഷമാണ് അഗസ്ത്യ എന്ന് പറയുന്നത്. അപ്പം അഗസ്ത്യ വൃക്ഷത്തിൻ്റെ ദോ ഉജലെ മീൻസ് നമ്മൾ പറയില്ലേ ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല വെളുത്ത സഫേദ് സ്വച്ച് വൈറ്റ് കളറിലുള്ള ക്ലീൻ ആയിട്ടുള്ള ഉജ്ല. കട്ടാവ്ദാർ ഫൂൽ, അതാണ് പറയുന്നത്. കട്ടാവ്ദാർ മീൻസ് എന്താണ് നമുക്ക് വിഭജിക്കാൻ പറ്റുന്നത്, അതാണ് കട്ടാവതാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അഗസ്ത്യ വൃക്ഷത്തിൻ്റെ നല്ല സഫേദ് നല്ല വൈറ്റ് കളർ, അതാണ് ഉജലെ എന്ന് പറഞ്ഞാൽ. ബ്രൈറ്റ് ആയിട്ടുള്ള കട്ടാവതാർ ഫൂൽ, അഗസ്ത്യ വൃക്ഷത്തുമ്പിൽ ഉണ്ടാവുന്ന പുഷ്പങ്ങളും നീ എനിക്ക് വേണ്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. തോമേ സമജ് ഗയിക്ക്, അപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി. തും ഫിർ മേരെ ഉജലെ കട്ടാവദാർ പാവോ മേ തീസരെ പെഹർ ടിലെ കെ പാസ് വാലെ സഹകാർ കി ഘനി ഛാവ് മേ ബൈഠ് കർ മഹാവർ ലഗാന ചാത്തേ ഹോ. അപ്പം നീ എനിക്കിങ്ങനെ എന്താണ് പറയുക, പകുതി പൂത്തു നിൽക്കുന്ന താമര, പിന്നെ എന്താണ് സന്ധ്യാനേരത്ത് നീ എന്നെ വിളിച്ചു, പിന്നെ ജാസ്മിൻ്റെ ഫ്ലവർ അല്ലേ ബേലേക്ക് ഫൂൽ അഞ്ജൂരി നിറച്ച് തന്നു, പിന്നെ അഗസ്ത്യ വൃക്ഷത്തിൻ്റെ കട്ടാവതാർ ഫൂലുകൾ പുഷ്പങ്ങളൊക്കെ തന്നെ എനിക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല സഫേദായിട്ടുള്ള പൂക്കളൊക്കെ തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്ത്? തും ഫിർ മേരെ ഉജലെ കട്ടാവദാർ പാവോമേ തീസരെ പെഹർ. എന്താണ് പറയുന്നത്? നീ പിന്നെയും എൻ്റെ ഉജലെ ബ്രൈറ്റ് ആയിട്ടുള്ള കട്ടാവതാർ മീൻസ് വിഭജിക്കാൻ പറ്റുന്ന, കട്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് നമ്മളതാണ്. പാവോമേ കാലുകളിൽ, തീസരെ പെഹർ മൂന്നാമത്തെ വേലയിൽ, ടീലേക്ക് പാസ് വാലെ. ടീലെ എന്ന് പറഞ്ഞാൽ എന്താണ്?
നമ്മൾ പറയില്ലേ മൗണ്ടെയിൻസ്, ചോട്ടി പഹാടി, കുന്നുകൾ, അതാണ് കുഞ്ഞു കുഞ്ഞു കുന്നുകളാണ്. അപ്പോൾ കുന്നുകളുടെ അടുത്ത് സഹകാർ കി ഘനി ഛാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹകാർ മീൻസ് സഹകരണത്തോടെയുള്ള, കോപ്പറേറ്റീവ് ആയിട്ടുള്ള എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഘനി ഛാവ് മീൻസ് ഡെൻസ് ഷെയ്ഡ് എന്ന് പറയൂലേ, നല്ല തണല്. അവിടെ ഈ ഒരു കുന്നിൻ്റെ അടുത്തുള്ള സഹകരിക്കണ നല്ല ഡെൻസ് ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയില്ലേ, നല്ല തണല്. അത് അവിടെ ഇരുന്നിട്ട് ബേട്ടിക്കർ അവിടെ ഇരുന്നു കൊണ്ട് മഹാവർ ലഗാന ചാഹത്തെ ഹോ. മഹാവർ എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള സിന്ദൂരം എന്ന് വേണമെങ്കിൽ നമുക്ക് മഹാവറിനെ പറയാം. അപ്പം അതാണ് ഈ മഹാവർ ലഗാന ചാഹത്തെ ഹോ. അപ്പോൾ ഈ പുഷ്പങ്ങളൊക്കെ അയച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നീ കുന്നിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്താണ് ടിലേക്ക് പാസ് വാലെ, കുന്നിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഘനി ഛാവുമേയും, അതായത് നല്ല ഡെൻസ് ആയിട്ടുള്ള ഷെയ്ഡ് അല്ലേ, നല്ല എന്താണ് നമ്മൾ പറയില്ലേ, നല്ല തണലിൽ ഇരുന്നിട്ട് എനിക്ക് എന്താണ് മഹാവർ ലഗാന ചാഹത്തെ ഹോ, സിന്ദൂരം തൊടാനായിട്ട് നീ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആജ് അഗർ ആം കെ ഭോർ കാ സങ്കേത് നഹി ബി സമജ് പായി തോ ക്യാ ഇത്തനാ ബഡാ മാൻഠാൻ ലോഗേ എന്നാണ് പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്? ആജ് അഗർ, ഇന്നെനിക്ക് ആം കെ ഭോർ കാ സങ്കേത് നഹി ബി സമജ് പായി, അതായത് ആമ്രവൃക്ഷത്തിൻ്റെ പൂക്കളുടെ സങ്കേതം, അതായത് സിഗ്നല് അല്ലേ, സങ്കേത് മീൻസ് സിഗ്നൽ, എനിക്ക് മനസ്സിലാക്കാൻ ഇന്നും കഴിഞ്ഞില്ലെങ്കിൽ തോക്യാ ഇത്തനാ ബഡാ മാൻഠാൻ ലോകെ ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അവിടെ എന്താണ്, രാധ ചോദിക്കുകയാണ്, എനിക്ക് ഇന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ നീ ഇത്ര വലിയ തീരുമാനം എടുക്കുവോ എന്നാണ് പറയുന്നത് അല്ലേ. മഹാവർ ലഗാന മീൻസ് സിന്ദൂരം തൊടലാണ് അല്ലേ. സിന്ദൂരം തൊടാൻ മീൻസ് എന്താണ്, കല്യാണം കഴിക്കണ ഒരു ഇതാണ്. അപ്പം അത്ര വലിയ തീരുമാനം നീ എടുക്കുവോ, ഇതിൻ്റെ സങ്കേത് മീൻസ് സിഗ്നൽ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നാണ് പറയുന്നത്. नेक्स्ट पेज, मैं मानती हूँ कि तुमने अनेक बार कहा है. ഞാൻ മാൻതി ഹു, അതായത് എനിക്ക് സമ്മതമാണ്, കി തുമ്നെ അനേക് ബാർ കഹാ ഹെ, നീ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രാധൻ മീൻസ് രാധയെയാണ് വിളിക്കുന്നത് കൃഷ്ണൻ. തുമാരി ഷോക്ക് ചഞ്ചൽ വിജുംബിത് പൽക്കേം തോ പഗഡണ്ടിയാം മാത്ര ഹെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോക്ക് ചഞ്ചൽ അല്ലേ, ചഞ്ചൽ ഷോക്ക് ആയിട്ടുള്ള വിചുംബിത് പൽക്കെ മീൻസ് ഐലാഷസ് ഉണ്ടല്ലോ, നമ്മുടെ ഐലാഷസിനെയാണ് പറയുന്നത്. ഷോക്ക് മീൻസ് പ്രഭ നിറഞ്ഞ നല്ല, ചഞ്ചൽ മീൻസ് നട്ട്ഖട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ചഞ്ചലമായിട്ടുള്ള, ശോകം നിറഞ്ഞ, ഉജ്ജ്വലമായിട്ടുള്ള, അതാണ് വിവിഡ്, VIVID വിവിഡ്, അതാണ് പറയുന്നത്. വിവിഡ് ആയിട്ടുള്ള നല്ല നട്ട്ഖട്ട് ആക്കിയെന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ചഞ്ചലമായിട്ടുള്ള, ഷോക്ക് മീൻസ് പ്രഭ നിറഞ്ഞ, ഉജ്ജ്വലമായിട്ടുള്ള നിന്റെ വിജുംബിത് പൽക്കെ, അതായത് എന്താണ് പറയുക, ശിരഛേദനം ചെയ്ത കൺപീലികൾ അല്ലേ, ആ കൺപീലികൾ എന്ത് മാത്രമാണ്? പഗഡണ്ടിയ മാത്രഹേ. പഗഡണ്ടിയ മീൻസ് ഞാൻ മുമ്പത്തെ പോയംസിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, രാസ്ത വഴി, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പഗഡണ്ടി എന്ന് പറയുന്നത്. അതാണ് ട്രാക്ക്, രാസ്ത, വഴി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പം എന്നെ നിന്റെ അടുത്തോട്ട് എത്തിക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ പഗഡണ്ടി അല്ലെങ്കിൽ രാസ്ത മാത്രമാണ് എന്ത്, നിന്റെ വിജുംബിതമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ശിരഛേദനം ചെയ്ത കൺപീലികൾ, ഉജ്ജ്വലമായിട്ടുള്ള നല്ല നട്ട്ഖട്ടായിട്ടുള്ള ചഞ്ചലമായിട്ടുള്ള കൺപീലികളെല്ലാം തന്നെ. ജോ മുझे തും തക് പഹുച്ചാക്കർ രീത്ത് ജാത്തി ഹേ, അപ്പം എന്നെ നിന്റെ അടുത്തോട്ട് എത്തിക്കാനുള്ള വഴികൾ അല്ലെങ്കിൽ പഗഡണ്ടിയ മാത്രമാണത്. ഓർ രീത്ത് ജാത്തി ഹേ, രീത്ത് മീൻസ് ട്രഡീഷൻ ആണ്, കൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷൻ, അത് മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. തുമ്നെ കിത്നി ബാർ കഹാ ഹേ, നീ എത്രയോ പ്രാവശ്യം പറഞ്ഞു. രാധൻ യേ പത്തലെ മൃണാൽ സി തുമ്ഹാരി ഗോരി അനാവൃത്ത് ബാഹേം, എന്താ പറയണത്, നീ എത്രയോ പ്രാവശ്യം പറഞ്ഞു രാധേ. യേ പത്തലെ മീൻസ് നമ്മൾ സ്ലിം ആയിട്ടുള്ള എന്ന് പറയില്ല, അതാണ് സ്ലിം ആയിട്ടുള്ള മൃണാൽ എന്ന് പറഞ്ഞാലേ നമ്മൾ താമരയുടെ ഒരു ചെറിയ നാസുക്കായിട്ടുള്ള ഭാഗം, സോഫ്റ്റ് ആയിട്ടുള്ള കമൽ കി ജഡ് ഹോത്തി ഹേ മീൻസ് താമരപ്പൂവിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തണ്ടിൻ്റെ ഒരു ഭാഗമുണ്ട്, അതിനെയാണ് മൃണാൽ എന്ന് പറയുന്നത്. പത്തിലേ മൃണാൽ സ്ലിം ആയിട്ടുള്ള അത് താമരപ്പൂവിൻ്റെ, അതിൻ്റെ പോലെ കമ്പയർ ചെയ്യാണ് അല്ലേ. അപ്പം ഈ പത്തിലേ മൃണാൽ സി തുമാരി ഗോരി അനാവൃത്ത് ബാഹേ, വെളുത്തിട്ടുള്ള അല്ലേ, ഗോരി മീൻസ് എന്താണ്, നല്ല വെളുത്ത നിറത്തിലുള്ള, അനാവൃത്ത് ബാഹേം മീൻസ് എന്താണ്, ആംസ് ആണ് അല്ലേ. അപ്പം നിൻ്റെ വെളുത്ത ആംസ്. അപ്പം രാധേരെ അനാവൃത്ത് മീൻസ് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കണം, ഓപ്പൺ ആയിട്ട് നിൽക്കണം എന്ന് പറയില്ലേ,
അതാണ് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തുറന്നിങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ളത്, അതാണ് പറയുന്നത് അനാവൃത്ത് ബാഹ്യം. അപ്പം നിന്റെ വെളുത്തിട്ടുള്ള ഈ എന്താണ് ആംസ്, അത് എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? പത്തിലെ മൃണാൽ മീൻസ് ലോട്ടസിൻ്റെ, താമരപ്പൂവിൻ്റെ ചെറിയൊരു എന്താണ് കട്ടി കുറഞ്ഞ ഒരു തണ്ട് പോലത്തെ ഭാഗമാണ്, അതിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. പഗഡണ്ടിയ മാത്ര ഹേ, എന്താണ്? വഴികൾ മാത്രമാണ്. ജോ മുझे തും തക് പഹുച്ചാക്കർ രീത്ത് ജാത്തി ഹെ, എന്നെ നിന്റെ അടുത്തോട്ട് എത്തിക്കാനുള്ള വഴികൾ മാത്രമാണ്. എന്നിട്ട് രീത്ത് ജാത്തി ഹെ, ട്രഡീഷൻ മുന്നോട്ട് പോകുന്നു. തുമ്നെ കിത്നി ബാർ കഹാ ഹേ, നീ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സുനോ തുമ്ഹാരെ അധർ, തുമ്ഹാരി പൽക്കെ, തുമ്ഹാരി ബാഹേ, തുമ്ഹാരെ ചരൺ, തുമ്ഹാരെ അംഗ് പ്രത്യംഗ്, തുമ്ഹാരി സാരി ചമ്പവർണിക് ദേഹ് മാത്ര പഗഡണ്ടിയ ഹേ ജോ ചർമ്മ സാക്ഷാത്കാർ കെ ക്ഷണോ മേ രഹത്തി ഹി നഹി രീത്ത് രീത്ത് ജാത്തി ഹെ. എന്താ പറയുന്നത്? നീ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സുനോ, കേൾക്കുക. തുമ്ഹാരെ അധർ, തുമ്ഹാരെ പൽക്കെ, അല്ലേ? അധർ മീൻസ് എന്താണ്? ഈ നമ്മൾ പറയില്ലേ നീച്ചേക്ക ഭാഗം, അതായത് എം ടി ലിപ്സ്, അല്ലെങ്കിൽ ഇതുണ്ടല്ലോ അധർ മീൻസ് അതാണ് നമ്മുടെ ലിപ്സ്, ഇതിനെയാണ് നമ്മൾ അധർ എന്ന് പറയുന്നത്. അപ്പം നിന്റെ ലിപ്സുകൾ, ചുണ്ടുകൾ, തുമ്ഹാരി പൽക്കെ, കൺപീൽ, ഇത് കണ്ണിൻ്റെ മറ്റേ എന്താ ഐ ലാഷസ് ഉണ്ടല്ലോ, അതാണ് പൽക്കെ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ തുമാരി ബാഹെ, നിന്റെ ആംസ്, തുമാരി ചരൺ, നിന്റെ കാലുകളുടെ കാൽപാദങ്ങൾ, തുമാരി അംഗ് പ്രത്യംഗ്. അംഗ് പ്രത്യംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാതും, അല്ലേ? നീ കംപ്ലീറ്റ്ലി നീ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പിന്നെ തുമാരി സാരി ചമ്പവർണിക് ദേഹ്, പിന്നെ നിന്റെ മൊത്തം ശരീരം. ദേഹ് മീൻസ് ബോഡി. മാത്ര പഗഡണ്ടിയാഹേ, വെറും രാസ്ത അല്ലെങ്കിൽ വഴികളാണ്. ജോ ചരം സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റത്തെ അഭിമുഖം. ആ ഒരു അങ്ങേയറ്റത്തെ അഭിമുഖത്തിന്റെ ക്ഷണങ്ങൾ, നിമിഷങ്ങൾ ഉണ്ടല്ലോ, ക്ഷണോമേ രഹത്തി ഹി നഹി, ഉണ്ടാവാറ് പോലും ഇല്ല. രീത്ത് രീത്ത് ജാത്തി ഹേ, ട്രഡീഷൻ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഹാ ചന്ദൻ തുമ്ഹാരെ ശിഥിൽ ആലിംഗൻ മേ मैंने कितनी बार इन सब को जीतता हुआ पाया है, मुझे ऐसा लगा है जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है. എന്താ പറയുന്നത്? ഹാ ചന്ദൻ, ഹാ ചന്ദൻ എന്നാണ് പറയുന്നത്. തുമാരെ ശിഥിൽ ആലിംഗൻ മേ, നിന്റെ ശിഥിൽ ആലിംഗൻ. ആലിംഗൻ മീൻസ് നമ്മൾ പറയില്ലേ ഗലേ ലഗാന, അതാണ് പറയുന്നത്. ആലിംഗൻ എന്ന് പറഞ്ഞാൽ അതാണ് പുണരുക, എംബ്രേസ്, ക്ലാസ്പ്, അതാണ് ഈ ആലിംഗൻ എന്ന് പറഞ്ഞാൽ. കെട്ടിപ്പിടിക്കുക എന്ന് പറയില്ല, അതാണ്. അപ്പം നിന്റെ ഈ ഒരു കെട്ടിപ്പിടുത്തത്തിൽ മേനെ കിത്തനി ബാർ ഇൻ സബ് കോ രീത്തിത്താ ഹുവാ പായാ ഹെ മീൻസ് എന്താണ്? രീത്തത മീൻസ് കസ്റ്റം, ആചാരം, അതിങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. മുझे ऐसा लगा है, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. എങ്ങനെ തോന്നിയിട്ടുണ്ട്? ജैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है, എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്നാണ് രാധ പറയുന്നത്. ജैसे किसी ने, ആരൊക്കെയോ എൻ്റെ സഹസ ഇസ് ജിസ്മ കെ ബോജ് കോ, സഡൻലി, പെട്ടെന്ന്, അതാണ് സഹസ. ഇസ് ജിസ്മ കെ ബോജ് കോ, ഈ ഒരു ജിസ്മ മീൻസ് ശരീരം, അല്ലേ? ഈ ഒരു ശരീരത്തിന്റെ ബോജ് സേ, ബേർഡൻ, ഭാരം, ഈ ശരീരത്തിന്റെ ഭാരത്തിൽ നിന്ന് എന്നെ മുക്തമാക്കിയിരിക്കുന്നു ആരോ വന്നിട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓർ ഇസ് സമയമേ ശരീർ നഹീഹു, ഈ സമയത്ത് ഞാൻ ശരീരമല്ല, ഞാൻ എന്ത് മാത്രമാണ്? മേ മാത്ര ഏക് സുഗന്ധുഹു, ഒരു സുഗന്ധം മാത്രമായിട്ട് തീരാണ് ഞാൻ. ആധി രാത് മെഹക്നെ വാലെ ഇൻഡ രജനീഗന്ധ കെ ഫൂലോം കി പ്രഗാഢ മധുർഗന്ധ്, അല്ലേ? എന്താ പറയുന്നത്? അർദ്ധരാത്രിയിൽ മെഹക്നെ വാലെ, മണം ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന രജനീഗന്ധ പുഷ്പങ്ങളുടെ പോലെ, പ്രഗാഢ്, ഇൻറ്റൻസ്, അല്ലേ? തീവ്രമായിട്ടുള്ള, മധുർഗന്ധ്, മധുരമായിട്ടുള്ള സ്മെല്ല്, ഗന്ധം, അല്ലേ? അതേപോലെ ആയിട്ട് തീരാണ് ഞാൻ നമ്മളുടെ ആലിംഗനത്തിന്റെ സമയത്ത്, അല്ലേ? ആകാർഹീൻ വർണ്ണഹീൻ രൂപഹീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാർഹീൻ മീൻസ് വിത്തൗട്ട് ഷേപ്പ്, ഷേപ്പ്ലെസ്, ആകൃതമില്ലാത്ത, വർണ്ണഹീൻ നിറമില്ലാത്ത, രൂപഹീൻ രൂപമില്ലാത്ത, അങ്ങനെയാണ് പറയുന്നത്. അടുത്ത വരികൾ എന്താണ്? മുझे നിത് നയേ ശില്പ് മേ ഡാൽനെ വാലേ, എന്നെ നീത്ത് നയേ ശില്പ് മേ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ എന്നാണ് പറയുന്നത്. പുതിയ ശില്പത്തിൽ, ക്രാഫ്റ്റ് അല്ലെങ്കിൽ ശില്പത്തിൽ, ഡാൽനെ വാല് ഇടുന്ന, മേരെ ഉൽझे രൂഖേ ചന്ദൻ കേശോ മേ, എന്താ പറയുന്നത്? എൻ്റെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള ഉൽझे, ആകെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ, രൂഖേ ഡ്രൈ ആയിട്ടുള്ള, ചന്ദൻ വാസിദ്, ചന്ദന മണമുള്ള, കേശോമേ, കേശ് മീൻസ് എന്താണ്? ഹെയർ ആണ്, മുടി, അല്ലേ?
പത്തലി ഉജലി ചുനോത്തി ദേത്തി ഹുയി മാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പത്തലി മീൻസ് സ്ലിം ആയിട്ടുള്ള, ഉജലി മീൻസ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, ചുനോത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മളൊരാൾക്ക് ചലഞ്ച് ചെയ്യാന്ന് പറയില്ല, അതാണ് ചലഞ്ച് ചെയ്യുന്ന. മാങ്ക് എന്ന് പറഞ്ഞാൽ സിന്ദൂരരേഖ. ക്യാ വഹ് ആഖിരി പഗഡണ്ടി ഥി ജിസെ തും റീത്ത ദേന ചാഹത്തെ ഥേ എന്നാണ് പറയുന്നത്. അത് അവസാനത്തെ വഴി ആയിരുന്നോ, അല്ലെങ്കിൽ അവസാനത്തെ രാസ്ത വഴി ആയിരുന്നോ, ജിസെ തും നീ എന്ത് ചെയ്യാൻ പോയത്, റീത്ത ദേന ചാഹത്തെ ഥേ ട്രഡീഷനിലോട്ട് അഴിക്കാൻ പോയ അവസാനത്തെ എന്താണ് വഴിയായിരുന്നു അത്, ആഖിരി പകടണ്ടി ആയിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇസ് തരഹ് ഉസേ ആമ്രമഞ്ജരി സേ ഭർ ഭർ കർ, ഇസ് തരഹ് ഇതേപോലെ എന്താണ് അതിനെ ആമ്രമഞ്ജരി അല്ലേ, മാവിൻ്റെ പൂക്കൾ കൊണ്ട് നിറച്ചിട്ട്, ഭർ ഭർക്കർ പൂർണ്ണമാക്കിയിട്ട് എന്ന് പറയില്ല, അതാണ് ആമ്രമഞ്ജരിയുടെ പുഷ്പങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കി, ഇൻ ഫുൾ കംപ്ലീറ്റ് ആക്കി, അതാണ് ഭർ ഭർക്കർ പൂർണ്ണമാക്കിയിട്ട് എന്താണ് പറയുന്നത്, मैं क्यों भूल गई थी कि ഞാൻ എന്തുകൊണ്ടാണ് മറന്നത്, മേരെ ലീലാ ബന്ധു മേരെ സഹജ് മിത്ര കി തോ പദ്ധതി ഹി യഹ് ഹേ എന്താണ് പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് മറന്നുപോയി, എൻ്റെ ലീലാ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹജ് മിത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ സുഹൃത്തിൻ്റെ അല്ലേ, സഹജ് മിത്ര മീൻസ് സുഹൃത്തിൻ്റെ, പദ്ധതി ഹി യഹ് ഹെ, പദ്ധതി മീൻസ് എന്താണ്, മെത്തേഡ് അല്ലെങ്കിൽ സിസ്റ്റം, അത് ഇതാണെന്ന് ഞാൻ എങ്ങനെയാ മറന്നു പോയി എന്നാണ് പറയുന്നത് രാധ. കി വഹ് ജിസേ ബി രീത് കർണ ചാഹത്താ ഹെ, അവൻ എൻ്റെ സുഹൃത്ത് ആരെയാണോ എന്താണ് ട്രഡീഷനിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഉസേ സമ്പൂർണ്ണ സേ ഭർ ദേത്താ ഹെ, അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പൂർണ്ണമാക്കും, സമ്പൂർണ്ണരാക്കുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണ് മറന്നുപോയെന്ന് രാധ പറയാണ്. यह मेरी मांग क्या मेरे तुम्हारे बीच की अंतिम പാർത്ഥക്യ രേഖ ഥി, എന്താ പറയുന്നത്, ഇത് എൻ്റെ മാങ്ക്, എൻ്റെ സിന്ദൂരരേഖ മാത്രമായിരുന്നില്ല, മേരെ തുമാരെ ബീച്ച് ഹി, എൻ്റെയും നിൻ്റെയും ഇടയിലുള്ള അന്തിം അവസാനം വരെയുള്ള പാർത്ഥക്യ രേഖ തി എന്നാണ് പറയുന്നത്. പാർത്ഥക്യ രേഖ മീൻസ് എന്താണ്, അവസാനം വരെ എന്താണ് പറയുക, കെട്ടഴിയാത്ത ഒരു ബന്ധനം അല്ലേ, ഒരു രേഖയായിരുന്നു അത്, അല്ലാണ്ട് വെറും ഒരു സിന്ദൂര രേഖയായിരുന്നില്ല. അവസാനം വരെ, അന്തിമ ശ്വാസം വരെ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന ഒരു രേഖ, പാർത്ഥക്യ രേഖ ആയിരുന്നു എന്നാണ് പറയുന്നത്. क्या इसलिए तुमने उसे आम्र मंजरियों से भर भर दिया कि वह भर कर भी ताजी क्वारी और रीति छूट जाए, എന്താ പറയുന്നത്, അതുകൊണ്ടാണോ നമ്മൾ തമ്മിലുള്ള അവസാനം വരെയുള്ള ബന്ധത്തിനെ കാണിക്കുന്നത് കൊണ്ടാണോ നീ അതിനെ ആമ്രമഞ്ജരി അല്ലേ, മാവിൻ്റെ പൂങ്കുലകൾ അല്ലെങ്കിൽ പുഷ്പങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ നിറച്ചത് അല്ലെങ്കിൽ സമ്പൂർണ്ണത ആക്കിയത് എന്ന് പറയുന്നത്, ആക്കിയത് അതുകൊണ്ടാണോ എന്നാണ് രാധ ചോദിക്കുന്നത്. ഭർക്കർ ഭി നിറച്ചോണ്ട് പോലും അതെന്താണ്, താസി മീൻസ് ഫ്രഷ് അല്ലേ, ക്വാരി ഓർ രീതി ചൂട്ട് ജായേ എന്താ പറയുന്നത്, താസി മീൻസ് ഫ്രഷ്നെസ് ആണ്, ക്വാരി മീൻസ് സിന്ദൂരം തൊടാത്ത രേഖ ഉണ്ടല്ലോ, അതിനെയാണ് ക്വാരി എന്ന് പറയാ. ഓർ രീതി ചൂട്ട് ജായി, ട്രഡീഷൻ ഇങ്ങനെ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ടാണോ. തുമാരെ ഇസ് അത്യന്ത രഹസ്യമയി സങ്കേതുക്കോ, അത്യന്ത് മീൻസ് എന്താണ് പറയാ അല്ലേ, ജോ ഉചിത് അന്ത് യാ സീമാ സെ ബഹുത് ആകെ ബഡാ ഹോ എന്നാണ് പറയുന്നത്. ഉചിതമായിട്ടുള്ള സീമയിൽ നിന്ന് കുറേ മുന്നോട്ട് പോയ ഒരാളുണ്ടല്ലോ, അതാണ് അത്യന്തമായിട്ടുള്ള രഹസ്യം. തുമാരെ ഇസ് അത്യന്ത രഹസ്യമയി സങ്കേത്കോ, വളരെ അധികം അത്യന്തമായിട്ട് നിറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന സങ്കേത് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്നൽ അല്ലേ, അതിനെ ഠീക് ന സമജ് മേ ഉസ്കാ ലൗകിക് അർത്ഥ ലേ ബൈട്ടി എന്താണ് പറയാ, നിന്റെ ഈ ഒരു രഹസ്യം നിറഞ്ഞ സങ്കേതങ്ങൾ അല്ലെങ്കിൽ സിഗ്നൽസിനെ ഠീക് നാ സമജ്കർ, ഉചിതമായിട്ട് മനസ്സിലാക്കിയില്ല ഞാൻ, കറക്റ്റായി മനസ്സിലാക്കിയില്ല. ഓർ മേ ഉസ്ക ലൗകിക് അർത്ഥ ലേ ബൈറ്റി, അതിൻ്റെ ലൗകികമായിട്ടുള്ള അർത്ഥമാണ് ഞാൻ മനസ്സിലാക്കിയത്. തോ മേ ക്യാ കരു, അതുകൊണ്ട് അതിന് ഞാൻ എന്താണ് വേണ്ടത്. തുമേ തോ മാലൂം ഹേ, നിനക്കറിയാലോ. കി മേ വഹി ബാവലി ലഡ്കി ഹൂന, ഞാൻ ഇപ്പോഴും ആ മാഡ് ഗേൾ അല്ലേ, ബാവലി മീൻസ് മാഡ് गर्ल, बावली लड़की हूँ ना, जो पानी भरने जाती है तो भरे हुए घड़े में अपनी चंचल आंखों की छाया देखकर उन्हें कुलेल करती चटुल मछलियां समझकर बार बार सारा पानी ढलका देती है. എന്താ പറയുന്നത്, ഞാൻ എന്താണ് നിന്റെ ഈ ആമ്രഭോർ അല്ലേ, മാവിൻ്റെ
പൂക്കളുടെ അർത്ഥം ലൗകികമായിട്ടുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കിയത്. നമ്മളുടെ കെട്ടഴിയാത്ത ബന്ധനത്തിലോട്ടാണ് അതുകൊണ്ട് നയിക്കണേന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം നിനക്കറിയാലോ, ഞാനിപ്പോഴും ആ ബാവലിയിലടിക്കി മാഡ് ഗേൾ ആണ്. ജോ എന്താണ് പാനി ഭർണേ ജാത്തി ഹേ, വെള്ളം നിറയ്ക്കാൻ പോകുമ്പോൾ എന്താണ് ഭരേ ഹുയെ ഘടേമേ, വെള്ളം നിറച്ച് വെച്ചിട്ടുള്ള കുടത്തില് അപ്പനി ചഞ്ചൽ ആഖോം കി ഛായ ദേക്കർ, എൻ്റെ ചഞ്ചലമായ കണ്ണുകളുടെ ഛായ മീൻസ് ഷാഡോ ആണ്, അത് കാണുമ്പോൾ ഉനെ കുലേൽ കർത്തി ചട്ടുൽ മച്ലിയാ സമജ്കർ, അതിൽ ആ എൻ്റെ കണ്ണുകളെ വെള്ളത്തിൽ കാണുന്ന എന്താ പറയുക ഈ ഷാഡോ അതെൻ്റെ കണ്ണുകളാണ്. അപ്പം ചഞ്ചലമായിട്ടുള്ള കണ്ണുകളാണ്, അതിനെ എന്താണെന്ന് വിചാരിച്ചുകൊണ്ട് മീനുകളാണ്, കുഞ്ഞു മീനുകളാണെന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് ബാർ ബാർ സാരാ പാനി, എപ്പോഴെപ്പോഴും മൊത്തം വെള്ളം എന്ത് ചെയ്യും ഢൽക്കാ ദേത്തി ഹെ, വെള്ളം മൊത്തം എന്ത് ചെയ്യും ഒഴിച്ചു കളയും. സാരാ പാനി ഢൽക്കാ ദേത്തി ഹെ, എൻ്റെ ചഞ്ചലമായ കണ്ണുകളുടെ ഷാഡോ നിറഞ്ഞ വെള്ളത്തിൻ്റെ കുടത്തിൽ കാണുമ്പോൾ എന്താണ് ഞാൻ ചെയ്യണത്, ഈ നിറച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കണ്ണുകളുടെ ഷാഡോ മീനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ വെള്ളം മൊത്തം ഒഴിച്ച് കളയണ ഒരു ബാവലിയിലടുക്കി ഒരു മാഡായിട്ടുള്ള ഗേളാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ആമ്രഭോർ കാ അർത്ഥ് മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ് പറയണത്. ആമ്രഭോർ കാ അർത്ഥിൽ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ അടുത്തതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.